अब बताओ कि ये सब लोग हाथ क्यों जोड़ रहे हैं? सर करके जंग 72 सर को उड़ा दे धर से कर करके वार निहत्तर वार खड़ा है देख रे. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. സകൃതകൃതമായ നാട്ടുകാരെ, കല്യാണ പെണ്ണിന്റെ വകയുള്ള ഉണ്ണി പൊട്ടാത്ത ബുൾസൈ മാമാങ്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അടങ്ങാം. ഒന്നാമത്തെ പപ്പടം ചുട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാത്തിനും കൈ വെച്ചുട്ടെ. അടുത്തത് പപ്പടത്തിന്റെ ബുൾസൈ ഊതിത്തടിക്കാൻ അടുത്ത നിമിഷം പൊട്ടും. ഇല്ല 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 ഇല്ല. പൊട്ടാണ്ട് ശരിയാടാണ്ട് ഉണ്ടാണ്ട് ഇത് മോശാണ്. ഓള്
തട്ട് തട്ട് ആ പോട്ടെ നമ്മളെ കല്യാണം പറഞ്ഞു ഒപ്പരം തിന്നാ ഇവളല്ലോ ഒന്നായിരുന്നുള്ളൂ. ഇനിയില്ല. നിങ്ങൾ വായിലപ്പുറം ഇപ്പുറം വെച്ചു കൊടുക്കും. ഇനിയില്ല. ലാസ്റ്റ് പോസ്റ്റ് അത് ഓപ്പൺ ആക്കി ഞാൻ കേസ് അജീബ് ഗ്യാസ് കത്തിക്കാൻ പോകുന്നുണ്ട്. നാരങ്ങട് എടാ അനക്കും അനക്കും ഇവര് തിന്നടാ. ഞാൻ വയലിടുന്നത് പേരിട്ട് നന്ദി. പേരിട്ട് നന്ദി. ബൈറ്റാ വേണ്ട, ചോദ്യം ചോദിക്കണം. നമ്മളെല്ലാം ചോദ്യം ചോദിക്കലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു താലികെട്ടിന്റെ അവസരം സമയം? അയ്യോ അതല്ല അതല്ല ഇപ്പൊ മനസ്സിലായോ? ബൈറ്റ് ചോദിക്കാൻ പോകുമ്പോ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട് അതറിയണം. അതറിയണം. താലികെട്ടിന്റെ അവസരത്തിൽ എന്തൊക്കെയാണ് മനസ്സിലൂടെ മിന്നി മാറിഞ്ഞു പോയത്? ജനുവരിയില് നിശ്ചയം കഴിഞ്ഞ് നിശ്ചയൊന്നും പറയണം. ജനുവരിയിൽ നിശ്ചയം കഴിഞ്ഞ് ഇന്നത്തെ കാര്യം പറയുന്നത് അത് മുതൽ ഇതുവരെയുള്ള ഒരു എന്താ പറയാ ദിവസങ്ങള് ഏറെയാണെങ്കിലും പക്ഷേങ്കിൽ അതൊക്കെ ഒരു മണിക്കൂറിന്റെ ഒരു മണിക്കൂർ എന്ന രീതിയിലാണ് പോയത്. എന്നുവെച്ചാൽ ജനുവരി തൊട്ട് ഈ ഏപ്രിൽ വരെ. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഉറങ്ങി എണീച്ച് താലുകെട്ടിയത് ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നവരെയാണ് ഒരു മൈൻഡിൽ നിൽക്കുന്നത്. എല്ലാം വേഗം വേഗമായിരുന്നു. അത്രേ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ബുൾസൈ ഉണ്ടാക്കണമെന്ന്. പക്ഷെ ഇവിടെ അമ്മ കുറച്ചു മുമ്പേ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്തുണ്ടാക്കിപ്പിക്കുന്നതിന് മുമ്പേ പപ്പടം കാച്ചിപ്പിക്കണം എന്ന്. അപ്പോ അതും ഒരു പണിയായി. പപ്പടം കാച്ചി തിന്നു, ബുൾസൈ അടിച്ചു, കഴിച്ചു, കട്ടൻ ചായ കുടിച്ചു. സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു ബുൾസൈ? ബുൾസൈ നൈസായിരുന്നു. ഉപ്പ് കൂടിപ്പോയോ അങ്ങനെയുള്ള പരാതിയൊന്നും ഇല്ല. പിന്നെ ഞാൻ എനക്ക് ഒരു കഷ്ണം കിട്ടിയിട്ടില്ല. അപ്പൊക്ക് ബാക്കിയെല്ലാം തിന്നാണ്. ചായ എനിക്ക് എത്ര വേണേലും തരാം. ചായ എത്ര വേണേലും തരാം. അതിനൊന്നും എനിക്കൊരു വിരോധമില്ല. പപ്പടം എങ്ങനെയുണ്ടായിരുന്നു? മൊരിഞ്ഞിരുന്നോ? പപ്പടം ഒക്കെയാണ്. പ്രശ്നമൊന്നുമില്ല. ഒത്തതിന് ശേഷമുള്ള ഒരു അനുഭവം. അതായത് ഉച്ചക്ക് പറയല്ലേ, മുമ്പേ വന്നൊന്നും പറയല്ല. അതെല്ലാം വേറെ. എന്താ പറയണ്ടേ? ഉച്ചക്ക് ശേഷം ഇവിടെ വന്ന് കയറിയതിന് ശേഷം മുതലുള്ള ഇപ്പം വരെയുള്ള ഒരു അനുഭവം. മൊത്തം പുകയായിരുന്നു. പുകയായിരുന്നു. പുകയാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കഞ്ചാവ് വന്നേയിരിക്കും. പൊങ്കാലായിരിക്കും. പിന്നെ പുകാന്ന് നിർത്തി. പുകയല്ല, എല്ലാം തന്നെ വേടനിലെ പിടിച്ചുകൊണ്ട് പോയതാണ്. ചോറത് ഇരുവില്ല. പുകയല്ല, പറഞ്ഞു കൊടുക്ക്. എങ്ങനെ ഓല കത്തിച്ച പുകയാ.
പിന്നെന്ത് പോകാം? എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ഒന്ന് ഇവിടെ വന്ന് കയറി ഒന്ന് തീർന്നാ മതിയായിരുന്നു. ആ തീർന്നില്ലേ? രാവിലെ 3 മണി തൊട്ടിട്ട് റെഡി ആയിരിക്കുന്നത്. ആ, ഒന്നും വേഷവും പറഞ്ഞില്ല. കാര്യങ്ങളെല്ലാം നയിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ പോയി ചോറും തിന്ന് കിടന്നുറങ്ങിയ കുറെ എണ്ണം വീണ്ടും തിരിച്ചു വിടാം. ഇവരല്ലേ അവര്? ഞാൻ ഉറങ്ങിയിട്ടില്ല. എഡിറ്റ് ചെയ്യുമ്പോ ഇത് കിട്ടൂല. എഡിറ്റ് ചെയ്യുമ്പോ ഇത് കിട്ടൂല. ഇവർ 10 മുട്ട 4 പപ്പടം, നല്ല 3 പപ്പടം, എത്ര വട്ടം വെച്ച് ഏകദേശം എത്ര വട്ടം വെച്ചിട്ടുണ്ടാവും? ഒരു 10-12 കട്ട വെച്ചിട്ടുണ്ട്. 10 വട്ടം ഉണ്ട്. ഏകദേശം എത്ര ഹെയർ പിൻ ഊരി വെച്ചു? 20 എണ്ണത്തിന് മേലെ തലയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ, അത് സെറ്റ്. ഇനി ഭാവിയിലേക്കുള്ള എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ്? ഈ വീട് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം, ജിബീനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? ചായ കൊടുക്കൂല, അതെനിക്കറിയാം. ചായ കൊടുക്കൂല. ചായ പിന്നെ മുട്ട എനിക്ക് വീട്ടിൽ വാങ്ങൂല. മുട്ട എനിക്ക് വീട്ടിൽ വാങ്ങൂല. അത് ഇതിന്റെ സൈഡ് ഷോട്ട് പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര ചിക്കൻ കുറക്കണം. പിന്നെ പന്നിയും ബീഫിനെ കൂടെ തീറ്റിക്കും ഞാൻ. അത് തിന്നണം. അത് ഇവിടെ കിട്ടൂല. എന്റെ വീട്ടിൽ പോകുമ്പോൾ തീറ്റിക്കും. അങ്ങോട്ടാവല്ലോ നമ്മള്. കാർ ഓടിക്കാൻ പഠിക്കണം. പഠിക്കണം, എനിക്ക് പഠിക്കണം. നമുക്ക് ഈ സ്റ്റെപ്പെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഫൂ എന്നുള്ള റോഡാണ്. അത് പാളയം മനസ്സിലായില്ലേ? അറ്റണ്ടേ, ഇതുവരെയുള്ള സുഹൃത്തുക്കളുടെ ഈ സഹകരണത്തിലും ഇങ്ങനത്തെ ഉള്ള പരിപാടികളിലും എല്ലാം നിങ്ങളുടെ ഒരു അത് നിങ്ങളുടെ ആ ഒരു സാധനം രണ്ടാളും ഒരുമിച്ച് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞൊന്നുമില്ല, ഞാൻ എന്റെ വരക്കോ നീ എന്റെ വരക്കോ. എന്റെ വീട്ടിലേക്ക് വരും. അതെ, ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം പറയുമ്പോ ആദ്യമായി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇവിടെ ഇല്ലാത്തൊരുത്തിരിയാണ്. കല്യാണത്തിന്റെ തലേന്ന് വന്ന് കസേര ചുമക്കൽ, ഗ്രൈൻഡർ എടുക്കൽ, പാത്രം ചുമക്കൽ, പച്ചക്കറി മുറിക്കൽ, ഇതൊക്കെ ചെയ്യും. നമുക്ക് ഈ സ്ക്രീനിന്റെ സൈഡിൽ വെക്കാം, കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്തിട്ട് പോയവനാണ് അവൻ. അതിന്റെ ഒരു ഇടവേളയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അബിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അബി വന്ന് സാമ്പാറും ചോറ് തിന്നിട്ട് പോയി. അത് പ്രത്യേകം എടുത്തു പറയണേ. പിന്നെ കല്യാണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായ ഷിജി, നാജി, അതില്ല ഇല്ല കല്യാണ ദിവസം തലേന്നല്ലോ. പിന്നെ ഇവന് ഓന്റെ പേര് സംഗീതല്ലേ? സംഗീത് ഉമ്പാവാൻ നന്നായി, അന്നേരം വേഗം തിരിയുള്ളൂ. അതെ, അപ്പൊ അവർക്കെല്ലാം നന്ദി പറയുന്നു. ഒപ്പം ഹാപ്പി ജേണി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, അല്ല ഹാപ്പി മാരീഡ് ലൈഫ്. ക്യാമറമാൻ നാജി ഒമറിനോടൊപ്പം ജിതിൻ പ്രകാശ്, ബാബു, അപ്പൊ കഴിഞ്ഞ്